മിശിഹായിൽ പ്രിയമുള്ളവരെ, നാം ഇന്ന് വായിച്ചു കേട്ടത് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ്. അധികാരികളുടെ അവിശ്വാസം എന്ന തലക്കെട്ടിലുള്ള ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം എന്നത് യേശുക്രിസ്തുവിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അവർക്കിടയിലുള്ള ഭിന്നതയെ സൂചിപ്പിക്കുന്നതാണ്. 7-ാമത്തെ അധ്യായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് 2 ഭാഗങ്ങളിൽ ഇപ്രകാരമുള്ള ഒരു ഭിന്നതയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നാം ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. 7-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ജെറുസലേം നിവാസികളിൽ ചിലർ ചോദിക്കുന്നു, ഇവൻ എവിടെ നിന്ന് വരുന്നവനാകുന്നു? യേശുവിൻ്റെ ഉത്ഭവത്തെ പരാമർശിക്കുന്നതാണ് ആ ചോദ്യം. യേശു വളരെ കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. ഞാൻ ദൈവത്തിൽ നിന്നും വന്നവനാണ്, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നാണ് ഞാൻ വന്നത്. സമാനമായ ഒരു ഭിന്നതയാണ്, സമാനമായ ചോദ്യങ്ങളാണ് യഹൂദ അധികാരികൾ ചോദിക്കുന്നത്. ഇവൻ്റെ ഭൗതികമായ ഉത്ഭവം എവിടെ? കാരണം അവരെ സംബന്ധിച്ച് മിക്ക പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1-2 വാക്യങ്ങളാണ് അവരുടെ മനസ്സിലുള്ളത്. മിശിഹ യേശു ബേത്ലഹേമിൽ നിന്നാണ് വരേണ്ടത്. പക്ഷേ യേശുവിനെ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അവൻ ഗലീലയിൽ നിന്ന് ഉള്ളവനാണ് എന്നുള്ള വസ്തുതയാണ്. യഥാർത്ഥത്തിൽ സത്യത്തെ തമസ്കരിച്ചുകൊണ്ട് ഒരു അസത്യത്തെ മനസ്സിലാക്കുകയാണ് അവർ ചെയ്യുന്നത്. യേശുവിൻ്റെ ജനനം ബേത്ലഹേമിൽ നിന്ന് ആണ്. ഈ സത്യത്തെയാണ് അവർ തമസ്കരിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശു ആരാണ് എന്നുള്ള ചോദ്യം, അതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രമേയം എന്നത്. നാം മനസ്സിലാക്കേണ്ടതും അതുതന്നെയാണ്. ക്രിസ്തുമസിൻ്റെ ഈ കാലഘട്ടത്തിൽ നോമ്പാലും പ്രാർത്ഥനയാലും നാം ക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ യേശു ദൈവപുത്രനാണ് എന്ന് തിരിച്ചറിയുവാനുള്ള സത്യം, അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുക. ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് മുൻപിൽ നൽകുന്ന സന്ദേശം അതാണ്. യേശു ദൈവപുത്രനാണ്. സുവിശേഷം മുഴുവൻ അതാണ് നമുക്ക് മുൻപിൽ വെളിപ്പെടുത്തുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഗബ്രിയേൽ മാലാഖ മറിയത്തോട് അറിയിക്കുന്നു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. യേശു ദൈവപുത്രനാണ് എന്നുള്ള സ്വർഗത്തിൻ്റെ സന്ദേശം മാലാഖ മറിയത്തോട് അറിയിക്കുകയായിരുന്നു. വീണ്ടും കേസറിയ ഫിലിപ്പയിൽ വെച്ച് തൻ്റെ കൂട്ടത്തിലുള്ള ശിഷ്യന്മാരുടെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ട് പത്രോസ് പറയുകയാണ്, ഇവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പ്രവാചകൻ ഒരുവനായിട്ട് അവനെ ഒതുക്കി നിർത്തുവാനായിട്ട് പത്രോസ് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ള വലിയ സത്യം ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് ആദ്യവാക്യത്തോടുകൂടിയ മർക്കോസ് തൻ്റെ സുവിശേഷം എഴുതിയപ്പോൾ അതിൻ്റെ അവസാനം മർക്കോസ് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ശതാധിപൻ്റെ വാക്കുകളിൽ കൂടിയിട്ട്, ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനാണ് എന്ന്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ യഥാർത്ഥ അർത്ഥമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശു സത്യമായും ദൈവപുത്രനാണ് എന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യവും അപ്രകാരം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കേണ്ടതിനും അതുവഴി ജീവൻ സമൃദ്ധമായിട്ട് ഉണ്ടാകുന്നതിനുമായിട്ടാണ് താൻ ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ യേശുവിനെക്കുറിച്ച്, അവൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ ചിന്താരീതികളും നമുക്കിടയിലുണ്ട്. അവനെ ഒരു പ്രവാചകനായിട്ട് മാത്രം കരുതുന്നവരുണ്ട്. അവനെ അയക്കപ്പെട്ടവരിൽ ഒരുവനായിട്ട് മാത്രം കരുതുന്നവർ നമുക്കിടയിലുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് യേശു ആരാണ് എന്നുള്ള സത്യം സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കി ജീവിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുക എന്ന വലിയ സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്നത്. ക്രിസ്തുമസ് എന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ജനനമാണ്. ക്രിസ്തുമസിനെ കുറിച്ച് സാന്താക്ലോസിൻ്റെ വരവായും സമ്മാനങ്ങൾ കൈമാറുന്നതിനുള്ള അവസരമായും ആഘോഷിച്ച് ആഹ്ലാദിക്കുന്നതിനുള്ള അവസരമായിട്ടുമൊക്കെ നാം കരുതുന്നുണ്ട്. അപ്രകാരമുള്ള ധാരണകളൊക്കെ ആപേക്ഷികമായിട്ട് ഉള്ള ധാരണകളാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തുമസ് എന്നത് സാന്താക്ലോസിൻ്റെ വരവിനേക്കാൾ, സമ്മാനങ്ങൾ കൈമാറുന്നതിനേക്കാൾ, ആഘോഷിച്ച് ആഹ്ലാദിക്കുന്നതിനേക്കാൾ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഓർമ്മയാണ്, ആ ഒരു തിരിച്ചറിവിൻ്റെ ആഘോഷമാണ് എന്നുള്ള വലിയ സത്യത്തെ
പ്രഘോഷിക്കുന്ന അവസരമായിട്ട് കരുതുക. മിശിഹായിൽ പ്രിയമുള്ളവരെ, ക്രിസ്തുമസിൻ്റെ ഈ കാലഘട്ടത്തിൽ യേശു ദൈവപുത്രനാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ വരത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ തിരിച്ചറിവിൽ ജീവിക്കുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.